ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കൊല്ലത്തെ സെൻ്ററാണ്. രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടാൽ ഈ സ്ഥാപനം തുറന്നിട്ടില്ല. കുറേയേറെ വിദ്യാർത്ഥികൾ അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും ഈ യൂണിവേഴ്സിറ്റി ആവശ്യങ്ങൾക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എത്ര മണിക്ക് എത്തിയതാ? 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രം വരും. എന്താ അവസ്ഥ? എന്താ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇവർ മാരേജിന് എന്തോ പോയേക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 മണിയൊക്കെ ഉണ്ടാവും തുറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടി വന്നാ? ഞാൻ PG അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ വന്നേ? ഞാനും അസൈൻമെന്റ് സബ്മിഷന് വേണ്ടി വന്നതാ. കായംകുളത്തുനിന്ന് വന്നയാ. അത് വന്നപ്പോൾ ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നു. എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 13. കായംകുളത്തുനിന്നാ വരുന്നേ? കായംകുളത്ത്. നേരത്തെ വിളിച്ചു വെച്ചിട്ട് വല്ലതാണോ വന്നത്? ഇല്ല, നമ്മൾ ഗൂഗിളൊക്കെ നോക്കി എത്ര മണി വരെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് വന്നതാ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കല്യാണത്തിന് പോയേക്കുവാന്ന് പറഞ്ഞേക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ഓഫീസിലെ ലാൻഡ് ഫോണിൽ ബന്ധപ്പെട്ട് നോക്കി, ആ ഫോൺ ബിസിയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അവരുടെ റീജിയണൽ സെൻ്റർ ഉണ്ട്, അവിടെ ബന്ധപ്പെട്ട് നോക്കി, അവിടെയും ഫോൺ ബിസി ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇത് തുറക്കാത്തതെന്നുള്ള കാരണത്തെക്കുറിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ആ പ്രദേശത്തുള്ള ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ പല മറുഭാഗത്തെ വെയിറ്റിംഗ് ഷെഡിലും മറ്റ് കടകൾക്ക് മുന്നിലൊക്കെ തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികൾ കാത്തു നിൽക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കായംകുളത്തു നിന്നൊക്കെ തന്നെ വന്ന് ഒരു ദിവസം മെനക്കെട്ട് അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയ വ്യക്തികളാണ്. എന്തുതന്നെയായാലും ഈ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഇതെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുസരിച്ച് ഇവിടുത്തെ ഏതോ ഒരു ജീവനക്കാരൻ്റെയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുവിൻ്റെ മറ്റോ വിവാഹമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഓഫീസ് അടച്ച് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ്. 2 മണിക്ക് മടങ്ങിയെത്തും എന്നുള്ള ഒരു വിവരമാണ് ഇവിടുത്തെ അധികൃതർ ആ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.